കൊന്നു കളയണമായിരുന്നു ആ കുഞ്ഞിനെ. കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ ജന്മം നൽകിയ കുഞ്ഞിനെ അമ്മ തന്നെ എറിഞ്ഞു വന്ന സംഭവത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. നവജാത ശിശുക്കളെ കൊന്നുകളയുന്ന നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകി പിന്നീട് വളർത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാകുമ്പോൾ കൊന്നുകളയലാണോ ഏകമാർഗം? അല്ല. അതിനായി നിരവധി സർക്കാർ സംവിധാനങ്ങളുണ്ട് നമുക്ക് ചുറ്റും. പലരും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന് മാത്രം. ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് വളർത്താൻ കഴിയില്ലെന്ന് തോന്നിയാൽ അവർക്ക് ശിശുക്ഷേമ സമിതി പോലുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഏൽപ്പിക്കാം. അതിനായി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ എല്ലാ ജില്ലകളിലും ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ വളർത്താൻ സാധിക്കില്ലെന്ന് തോന്നിയാൽ 1098 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തും. അമ്മയ്ക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ അതും സർക്കാർ സംവിധാനത്തിൽ ഏർപ്പാടാക്കും. ഇപ്പോൾ 1098 നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവിടെ തന്നെ ഉദ്യോഗസ്ഥരെത്തുകയും ആ കുട്ടി ജനിച്ച ഉടൻ തന്നെ ആ കുട്ടിയെ ആ മാതാവിന് സറണ്ടർ ചെയ്യണമെങ്കിൽ അതിനുള്ള മുഴുവൻ പ്രൊസീജിയറും ഗവൺമെൻറ് സംവിധാനം വഴി ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമെന്ന് തോന്നിയാൽ 2-3 ദിവസം അത്രയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ കുട്ടിയെ സറണ്ടർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന കുട്ടികളെ ഈ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയും ചൈൽഡ് കെയർ പ്രൊട്ടക്ഷൻ സ്ഥാപനങ്ങൾ നമ്മുടെ എല്ലാ ജില്ലകളിലും കേരള സംസ്ഥാനത്തിനകത്ത് എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരികയാണ്. അവരത് ഏറ്റെടുക്കുകയും ആ കുഞ്ഞിനെ വളരെ പൊന്നുപോലെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉണ്ട്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലും ഇതേ നമ്പറിൽ ബന്ധപ്പെടാം. കുട്ടിയെ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അറിയുന്ന 2 സാക്ഷികൾ വേണമെന്ന് മാത്രം. പുനർചിന്തയ്ക്കായി 2 മാസം സമയവും കിട്ടും. 60 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ തിരികെ വേണമെന്ന് തോന്നിയാൽ അതിനും സാധിക്കും. അതായത് മാതാപിതാക്കളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ടാകും ഈ നടപടികളെല്ലാം. മറ്റൊന്ന് അമ്മത്തൊട്ടിലാണ്. കേരളത്തിലെ 14 ജില്ലകളിലും അമ്മത്തൊട്ടിലുണ്ട്. കെട്ടിടത്തിന് മുൻവശത്തായി കാണുന്ന തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി മാതാപിതാക്കൾക്ക് തിരിച്ചു പോകാം. പിന്നീട് നഴ്സുമാരുടെയും സെക്യൂരിറ്റിയുടെയും റൂമിലേക്ക് അലാം എത്തും. ശേഷം കുഞ്ഞിൻ്റെ സംരക്ഷണം അവർ ഏറ്റെടുക്കും. കുഞ്ഞിനെ ദത്തെടുക്കാനായി 34,206 പേരാണ് ഇന്ത്യയിൽ കാത്തിരിക്കുന്നത്. കേരളത്തിൽ 1,140 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റാങ്ക് അനുസരിച്ചാണ് ദത്തെടുക്കാനുള്ള അനുമതി ലഭിക്കുക. ദത്തെടുക്കുന്ന മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചതിന് ശേഷമായിരിക്കും കുഞ്ഞിനെ കൈമാറുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ മെയ് 3-ന് 7 കുട്ടികളെ ഒരുമിച്ച് ദത്ത് നൽകി. ശിശുക്ഷേമ സമിതിയുടെ കീഴിലാണ് എല്ലാ ജില്ലകളിലും എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിലുകളുള്ളത്. 2002-ലാണ് കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നത്. അമ്മത്തൊട്ടിൽ ലഭിച്ചിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ചു വരുത്താൻ ശിശുക്ഷേമ സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 7 കുട്ടികളെയാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ദത്ത് നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 കുട്ടികളെ ഒരു ദിവസം ദത്ത് നൽകുന്നത്. കഴിഞ്ഞ 14 മാസത്തിനിടയിൽ 76 കുട്ടികളെയാണ് ഇത്തരത്തിൽ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക് ശിശുക്ഷേമ സമിതിക്ക് ദത്ത് നൽകാൻ സാധിച്ചു. എന്ത് കാരണങ്ങൾ കൊണ്ടായാലും കുഞ്ഞിന് വേണ്ട എന്നുണ്ടെങ്കിൽ കൊന്നുകളയരുത്. ഇത്തരം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ ജീവിക്കാൻ അനുവദിക്കണം.